ദേവസ്വം ബോർഡ് അംഗം ശ്രീ അജികുമാർ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ അജികുമാർ, ഇന്നിപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ വികാരാധീനനായി പറയുന്നുണ്ട് എന്നെ കള്ളനാക്കിയില്ലേ എന്നുള്ളതൊക്കെ. ആരാണ് കള്ളൻ എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ കള്ളന്മാർക്ക് കയറി ഇറങ്ങാനുള്ള ഇടമായി ശബരിമല അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ്. 2019 സംഭവമാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. കോടതി ഇത് മൂന്നാമത്തെ ഐറ്റമായിട്ട് ഈ അജണ്ട എടുത്തിട്ടുണ്ട്. ഈ കേസ് കോടതിയുടെ ഒബ്സർവേഷൻ വരട്ടെ. ഇപ്പൊ കോടതി പെൻഡിംഗ് ഇരിക്കുന്ന കാര്യമാണല്ലോ. ഞങ്ങൾ എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നവരാണ്. ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല, മറച്ചു വെക്കാനില്ല. എല്ലാ അന്വേഷണം നടക്കട്ടെ. കോടതി അന്വേഷിച്ചിരിക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ കമന്റുകൾ പറയുന്നില്ല. പിന്നെ ചില ആളുകളെല്ലാം ഈ ദേവസ്വം ബോർഡിനെ ദുർബലപ്പെടുത്താൻ, ആഗോള അയ്യപ്പ സംഗമത്തിന് ശോഭ കെടുത്താൻ ബോധപൂർവം ചില പ്രചരണങ്ങൾ അന്ന് പോലെ കെട്ടിച്ചു വിടുകയാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഒരു ദുരൂഹതയുണ്ട്. എന്താ ഞങ്ങളൊക്കെ സംശയിക്കുന്നു. അന്വേഷണം വരട്ടെ. എന്ത് പറഞ്ഞാലും ദേവസ്വം ബോർഡിനെ അപകീർത്തിപ്പെടുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളായിട്ട് ഇറങ്ങുകയാണ്. ഒരു സത്യത്തിന് തരും പോലും ഇല്ല. അതുകൊണ്ടാണ് വികാരാധീനായി പ്രസിഡന്റ് പറയേണ്ടി വന്നത്. എല്ലാം സത്യസത്വം അന്വേഷണം നടക്കട്ടെ, സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. ശ്രീ അജികുമാർ, ദേവസ്വം ബോർഡ് ദുർബലമല്ലേ? ദേവസ്വം ബോർഡിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു എന്ന് അങ്ങ് പറയുന്നു. ദേവസ്വം ബോർഡ് ഇപ്പോൾ ദുർബലമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് 2019 നടന്ന സംഭവമാണിത്. ഞങ്ങൾ ഇന്നലെ കൊട്ടാരക്കരയിലെ ഗണപതി ക്ഷേത്രത്തിൽ കമ്പ്യൂട്ടറൈസേഷന്റെ ഒരു മൊഡ്യൂൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പൂർണ്ണമായി കമ്പ്യൂട്ടറൈസ് ചെയ്യുകയാണ്. ഇതിന്റെ ആസ്തി, ഇതിന്റെ വസ്തുക്കൾ, സ്വത്തുക്കൾ, ഒരു പണവട സ്വർണ്ണ എല്ലാം ഞങ്ങൾ ഡേറ്റാ ബാങ്കിൽ കയറ്റാൻ പോവാണ്. ഭാവിയിൽ ഇത്ര ഒരു കുഴപ്പങ്ങളും വരാൻ പാടില്ല. ഞങ്ങൾ കഴിഞ്ഞ 20 മാസമായി വന്ന ഈ ബോർഡ് ഈ ദേവസ്വം ബോർഡിനെ ശക്തിപ്പെടുത്താനും മെച്ചപ്പെടുത്താനും എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ അജികുമാർ, ഇപ്പോ 2019 നടന്ന സംഭവമാണ് എന്ന് അങ്ങ് പറയുമ്പോൾ 2019 ദേവസ്വം ബോർഡ്, അതിനുശേഷം നിങ്ങളുടെ ഈ 20 മാസം മുമ്പാണോ ദേവസ്വം ബോർഡ് ഉണ്ടാവുന്നത്? അല്ല, അപ്പോഴും ശബരിമലയുടെ സ്വത്തുക്കളുടെ ഉത്തരവാദിത്വം അത് കൈകാര്യം ചെയ്യേണ്ടതും സൂക്ഷിക്കേണ്ടതും അതിന് പിഴവ് പറ്റാതിരിക്കേണ്ടതും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും വേറെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ തുടർച്ചയായി വരുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായി ദേവസ്വം വകുപ്പിന് കീഴിൽ ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത് കൊണ്ട് ഉത്തരവാദിത്വം ഇല്ലാതാകുന്നില്ല. 2019 നടന്ന സംഭവം ഇതുവരെ പുറത്തറിയാത്തത്, നിങ്ങൾ അറിയാത്തത് എന്തുകൊണ്ടാണ്? കേട്ടോ, ഞാൻ അതിന് മറുപടി ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഇത് പരിഗണിക്കുന്ന വിഷയമാണ്. അതിന്റെ ഒബ്സർവേഷൻ അനുസരിച്ചിട്ട് വിശദമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. അങ്ങനെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. കോടതിയുടെ പരിഗണനയിലേക്ക് ഇത് വന്നത് എങ്ങനെയാണ്? ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് ദേവസ്വം ബെഞ്ചിന്റെ അറിവില്ലാതെ കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്ന കാര്യം പരിശോധിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ മഹസറുകൾ അടക്കം പരിശോധിച്ചപ്പോൾ ഇത് കൊണ്ടുപോയപ്പോൾ ഇത്ര കിലോ തൂക്കം, ഇത് എപ്പോഴാണ് അവിടെ എത്തിച്ചത്, അവിടെ നിന്ന് തിരികെ കൊണ്ടുവന്നത് എപ്പോഴാണ്, അപ്പോൾ എത്രയാണ് അതിന്റെ തൂക്കം തുടങ്ങിയ കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മഹസറുകൾ ദേവസ്വം ബെഞ്ച് പരിശോധിച്ചതിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഏകപക്ഷീയമായി അങ്ങനെ വളരെ പ്രോആക്റ്റീവായി ദേവസ്വം ബോർഡ് കേരളത്തെ അറിയിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു സംഭവം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ദേവസ്വം ബോർഡ് അറിയാതെ പോയതോ മറച്ചുവെച്ചതോ എന്ന ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷെ അറിയണമായിരുന്നു എന്ന് ഉള്ളിടത്ത് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ഇത് കേട്ടാ തോന്നും പുറത്തുനിന്നുള്ള ഏതാണ്ട് ഏജൻസിയാണ് ഇതെല്ലാം കണ്ടെത്തിയെന്ന് തോന്നും. അങ്ങനെയൊന്നുമല്ല. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗമാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. അവർ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. അവർക്ക് എല്ലാ പ്രോത്സാഹനവും ദേവസ്വം ബോർഡ് കൊടുക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഈ അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെട്ട പശ്ചാത്തലം എന്താണ് ശ്രീ അജികുമാർ? കേട്ടോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ കാര്യങ്ങളെല്ലാം. അതാണ് കോടതി പറഞ്ഞിട്ടാണ്. കോടതിയിലേക്ക് നിങ്ങളുടെ കൃത്യനിർവഹണ രാഹിത്യം എത്തിയ പശ്ചാത്തലത്തിൽ കോടതി അന്വേഷിക്കാൻ പറഞ്ഞതിന്റെ പേരിലാണ് അന്വേഷിച്ചത്. ദേവസ്വം ബെഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പുള്ള ഒരു ബോർഡിനെ കുറ്റപ്പെടുത്താനൊന്നും ഞങ്ങൾ തയ്യാറല്ല. ഇത് കണ്ടിന്യൂവേഷൻ ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ റിസൾട്ടൊക്കെ വരട്ടെ. ഇത്ര വ്യക്തത പറ്റില്ല. കേട്ടോ, ധൃതി പിടിക്കണ്ട. അതിന്റെ സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീ അജികുമാർ ധൃതി പിടിക്കരുതെന്ന് പറയുന്നത്. 2019 ഈ പറയുന്ന പോലെ അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മറുപടി പ്രതീക്ഷിക്കരുത് ദയവായി. ഞാൻ പറഞ്ഞല്ലോ, കോടതി പരിഗണിക്കുന്ന വിഷയമാണ്. 2025 എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ധൃതി പിടിക്കരുതെന്നോ? നിങ്ങളുടെ ധൃതി എവിടെയായിരുന്നു ഇത്രയും കാലം? കേട്ടോ, അതെ, ഞാൻ പറഞ്ഞല്ലോ, കോടതി ഒബ്സർവേഷൻ വരട്ടെ. വീണ്ടും ആഗ്രഹിക്കുന്ന പോലെ മറുപടി പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ ദുർബലപ്പെടുത്തുന്നു എന്ന രീതി ഞങ്ങൾ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കരുത്. സത്യാവസ്ഥ എല്ലാം പുറത്തു വരട്ടെ. സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് അറിയുകയും ചെയ്യാം. വളരെയധികം നന്ദി ശ്രീ അജികുമാർ ഞങ്ങളോട് പ്രതികരിച്ചത്.